അവന്റെ ശരിയായ മതം, അള്ളാഹു ഉദ്ദേശിച്ച മതം മനുഷ്യന്റെ പ്രകൃതിയിലുണ്ട്, പ്രകൃതിയിൽ നിഹിതമാണ്, പ്രകൃതിയുടെ താല്പര്യം അതാണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ വ്യതിചരിക്കുന്നത് ബാഹ്യമായ സമ്മർദ്ദങ്ങളാലാണ്. ഇങ്ങനെ ഫിത്റത്തിൽ നിന്ന് സഹജമായ അവബോധം നമുക്ക് നൽകുന്ന തെളിവുകൾ. ഇതാണ് അള്ളാഹുവിന്റെ ആസ്തിക്യത്തിനുള്ള മറ്റൊരു ഇനത്തിലുള്ള തെളിവ്. ധാരാളം ഇത്തരം തെളിവുകൾ ഓരോന്നോരോന്ന് ഉദ്ധരിക്കുക എന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതല്ല, അത് സാധ്യമല്ല. ഇങ്ങനത്തെ ഒരു ദർശനം ഓരോ ഇനത്തിൽപ്പെട്ടതും ഓരോ സാമ്പിൾ പറഞ്ഞു പോവുകയാണ്. അദില്ല സമഇയ്യ, അദില്ല അഖ്ലിയ്യ, അദില്ല ഫിത്രിയ്യ. നാലാമത്തേത് അൽ അദില്ലത്തുൽ ഹിസ്സിയ്യ. മനുഷ്യന് അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, അവന്റെ ബോധേന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്ന ചില തെളിവുകളുണ്ട് അള്ളാഹു ഉണ്ട് എന്നതിന്. അള്ളാഹുണ്ട് ഈ പ്രപഞ്ചത്തിനു മീതെ, സർവ പ്രപഞ്ചങ്ങൾക്കും മീതെ, ഏഴാകാശങ്ങൾക്കും ഉപരിയിൽ അർശിനു മീതെ അള്ളാഹു ഉണ്ട് എന്ന് മനുഷ്യന് അനുഭവവേദ്യമാകുന്ന തെളിവുകൾ, അതാണ് അദില്ലത്തുൽ ഹിസ്സിയ്യ, ഹിസ്സിയായ തെളിവുകൾ. ഉദാഹരണമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കാലഘട്ടങ്ങളിൽ നടക്കുന്നത്, ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നടക്കുന്നത്. വനൂഹൻ ഇസ് നാദാ മിൻ ഖബ്ൽ ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. നൂഹ് അലൈഹിസ്സലാം അവ്വലു റസൂലിൻ ബഅസഹു അല്ലാഹു ഇലാ അഹ്ലിൽ അർദ്. ഭൂലോകവാസികളിലേക്ക് അല്ലാഹു നിയോഗിച്ചിട്ടുള്ള ആദ്യത്തെ റസൂലാണ്. നൂഹ് നബിയുടെയും ആദം നബിയുടെയും ഇടയ്ക്ക് 10 തലമുറകൾ ഉണ്ടായിരുന്നു. കുല്ലുഹും അല തൗഹീദ്, എല്ലാവരും ശുദ്ധമായ പ്രകൃതിയിൽ ജീവിച്ചു പോന്ന മുവഹ്ഹിദുകൾ, മുഖ്ലിസുകളായിരുന്നു. ആ 10ാമത്തെ തലമുറയിൽപ്പെട്ടിട്ടുള്ള നല്ല ആളുകൾ, വദ്, ശുവാ, യഗൂസ്, യഊഖ്, നസ്ർ പോലെയുള്ള ആളുകൾ, അവർ മരണപ്പെട്ടു പോയപ്പോൾ ആ 10ാം തലമുറയിലുണ്ട ഈ ആളുകൾ മരണപ്പെട്ടപ്പോൾ പിശാചുക്കൾ വന്നു. 10ാം തലമുറയിലുണ്ടായിരുന്ന ആളുകളോട് തന്നെ ഉപദേശിച്ചു, നിങ്ങൾ എന്ത് നന്ദി കെട്ടവരാണ്, എന്തുമാത്രം ജനസേവകരായിരുന്നു വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ, എത്ര നല്ലവരായിരുന്നു, അള്ളാഹുവിലേക്ക് എത്ര അടുപ്പമുള്ളവരായിരുന്നു, അവർ ഔലിയാക്കളായിരുന്നു, അവരെ നിങ്ങൾ മറന്നുവല്ലേ, അവരെ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മറക്കാൻ സാധിച്ചുവല്ലേ. അവരിയ്ക്കുന്ന സ്ഥലത്ത് അവരെ ഓർമ്മിക്കാൻ ഒരു നാട്ടിയേക്കും. വദ്ദിനെ കണ്ട വദ്ദിന്റെ കൂടെ ഇരുന്ന വദ്ദിന്റെ സമകാലികരായ ആളുകൾ, ശരിയാണ്, അവരെ നമ്മൾ മറന്നുകൂടാ. ഒരു സ്മാരകം ഒന്നും അന്ന് പറയാൻ വയ്യ, അതുകൊണ്ട് ഒരു നാട്ട്. 10ാം തലമുറ നാട്ടയിൽ അവസാനിച്ചു, ശിർക്കിലേക്ക് എത്തിയില്ല. വദ്ദിനെ കാണാത്ത, സുവാഇനെ കാണാത്ത, യഗൂസിനെ കാണാത്ത, യഊഖിനെ കാണാത്ത, നസ്റിനെ കാണാത്ത 11ാമത്തെ തലമുറക്കാർ ജീവിച്ചപ്പോൾ പിശാച് ചെന്നിട്ട് പറഞ്ഞു, പണ്ടാ നാട്ട മതിയായിരുന്നു, കാരണം വദ്ദിനെ കണ്ട ആളുകളാണ് അന്ന് ജീവിച്ചിരുന്നത്. നിങ്ങളാരും വദ്ദിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തായിരുന്നു വദ്? എത്രത്തോളം അള്ളാഹുവിനോട് അടുത്തവരായിരുന്നു വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റും. അതുകൊണ്ട് ആ നാട്ട മാറ്റിയിട്ട് അവരെ നിങ്ങൾക്ക് കൃത്യമായി അനുസ്മരിക്കാൻ അവരുടെ രൂപമുണ്ടാക്കി വെക്കൂ, ഒരു ഫോട്ടോ പിടിച്ചു വെക്കിയെന്ന് പറഞ്ഞു. അവര് അതേ രൂപം ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പിന്നെ പിശാച് അവരെ ദുർബോധനം ചെയ്ത് വദ്ദ് സുവാഇനോട് ചോദിക്കണം, അള്ളാഹിനോട് നേരെ ചോദിക്കണ്ട, അള്ളാഹിനോട് നേരെ ചോദിക്കാൻ നമ്മൾ യോഗ്യരല്ല, അതുകൊണ്ട് വദ്ദിനോട് ചോദിക്കൂ, വദ്ദ് നമുക്ക് വേണ്ടി നേടിത്തരും എന്നുള്ളിടത്തേക്ക് എത്തി. 11ാമത്തെ തലമുറ ശിർക്കിലേക്കെത്തി. അങ്ങനെ അവരിലേക്ക് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, 1000 വർഷം, അതിൽ 50 കുറവുള്ളൂ, 950 വർഷം. അങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രബോധനത്തെക്കുറിച്ച് പറയുന്നത്. നിരന്തരം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا وقلت استغفروا ربكم إنه كان غفارا. നിരന്തരം രഹസ്യമായും പരസ്യമായും രാപ്പകൽ ഭേദമന്യേ ഞാൻ അവരെ അള്ളാഹുവിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. വിളിക്കുമ്പോഴൊക്കെ അവരവരുടെ വിരലുകൾ ചെവിയിൽ വെക്കും, വസ്ത്രം കൊണ്ടൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ പൊത്തിപ്പിടിക്കും. അങ്ങനെ അങ്ങേയറ്റത്തോളം പ്രയാസപ്പെട്ടപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു. ആ കാര്യമാണ് പറയുന്നത്. വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ൽ, ഇതിനു മുമ്പ് നൂഹ് അലൈഹിസ്സലാം ആ നിസ്സഹായമായ ഘട്ടത്തിൽ
തന്നെ സ്വീകരിക്കാൻ ആരുമില്ലാതെ വിരലിലെണ്ണാവുന്ന ഏതാനും ചില വ്യക്തികൾ ഒഴിച്ച് മറ്റാരും അദ്ദേഹത്തെ സ്വീകരിക്കില്ല എന്ന് വന്നപ്പോൾ വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ വഖദ് അളല്ലു കസീറാ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വദ്ദിനെ ഉപേക്ഷിക്കരുത്, യഹൂസിനെ ഉപേക്ഷിക്കരുത്, യഊഖിനെ ഉപേക്ഷിക്കരുത്, നസ്റിനെ ഉപേക്ഷിക്കരുത് എന്നവർ ശാഠ്യം പിടിച്ചു കളഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുദല്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. അല്ലാഹുവേ, ഈ തമ്മാടികളിൽ ഒരുവനെയും ഇനി ഈ ഭൂലോകത്ത് നീ വെച്ചേക്കല്ലേ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ നിസ്സഹായകമായ ഘട്ടത്തിൽ നൂഹ് നബി ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം ചെയ്തു. ഫനജ്ജയ്നാഹു വഅഹ്ല. അദ്ദേഹത്തിനെയും അദ്ദേഹത്തെ പിൻപറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുയായികളെയും നാം രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അളീം. അവരെ പിടികൂടിയ ആ വലിയ കടുത്ത ആ വിഷമത്തിൽ നിന്ന് അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് അള്ളാനോട് പ്രാർത്ഥിക്കുമ്പോ നേരെ സഹായം ഇങ്ങോട്ട് വരുന്നത് അനുഭവിച്ച നൂഹ് നബിക്ക് അങ്ങനെ ഒരു സ്രഷ്ടാവ് ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ഹിസ് കൊണ്ട്, ബോധേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് കഴിഞ്ഞ കാലത്തെ കഥ. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് ബദർ എന്ന് പറയുന്ന ഒരു കുന്നിനുമീതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ബഅദ്. അല്ലാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ മാത്രമായി ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗം ഈ ഭൂലോകത്തുണ്ടാവില്ല. അതേ സന്ദർഭത്തിൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് മുഹമ്മദിനെയും മുഹമ്മദിന്റെ അനുയായികളെയും മുച്ചൂടും നശിപ്പിക്കാനാണ്. അയാൾ കഅബയുടെ കില്ല പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചു. അവസാനം റസൂലുള്ളാഹിന്റെ ചുമലിലുണ്ടായിരുന്ന തട്ടം താഴെ വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറകിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ പ്രാർത്ഥനയുടെ ആവർത്തനം കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, കഫാക റബ്ബുക, മതി, ഇത്ര മതി നിങ്ങളുടെ റബ്ബിന്. നബിയെ, ഇത്ര പോരെ പറഞ്ഞത്, നിങ്ങളുടെ റബ്ബ് ഇത് കേൾക്കാതിരിക്കില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഇസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയാണ്. അന്നി മുമിദ്ദുക്കും, നിങ്ങൾ 313 ആളുകളേ ഉള്ളൂ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, നിങ്ങളെ നാം പോഷിപ്പിക്കും, നിങ്ങളെ നാം പ്രൊക്യൂർ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടത്ര ഇനിയും നാം നൽകിക്കൊണ്ടിരിക്കും. ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഒന്നിനു പിറകെ മറ്റൊന്നായി, ഒരാൾക്ക് പിറകിൽ മറ്റൊരാളായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് നിങ്ങളെ നാം സഹായിക്കുക തന്നെ ചെയ്യും. ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ട് യുദ്ധം വെട്ടി. ബദറിലെ ആ വിജയം അത് കണ്ട ഒരാൾക്ക് അള്ളാഹുവിനെ നിഷേധിക്കാൻ പറ്റുമോ? കഴിയില്ല. ഇത് ഹിസ്സാണ്, എന്റെ അനുഭവമാണ്, ബദറിൽ പങ്കെടുത്ത ഒരാളനുഭവം. ഇനി അതുപോട്ടെ ഒരു സംഭവം കൂടി പറയാം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഹദീസ് റിവായത്ത് ചെയ്യുന്നത് ഖാദിമു റസൂലില്ലാഹ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുന്നു, അസാബത്തിൻ നാസ സന അലാ അഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജനങ്ങൾക്ക് കടുത്ത ഒരു ക്ഷാമം, മഴയില്ലാത്ത വരൾച്ചയുടെ ക്ഷാമത്തിന്റെ ഒരു വർഷം ബാധിച്ചു. فبين النبي صلى الله عليه وسلم يخطب في يوم جمعة قام أعرابي. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് റസൂലുള്ള മിമ്പറിൽ വെച്ച് ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അഅറാബി, ഗ്രാമീണനായ ഒരു അറബി എഴുന്നേറ്റ് നിന്നു. ഫഖാല യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഹലക്കൽ മാൽ വജാഅൽ ഇയാൽ, സ്വത്തുകളെല്ലാം നശിച്ചു തീർന്നു, ഞങ്ങളുടെ മക്കളെല്ലാം വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. ഫദ്ഉല്ലാഹ ലനാ, അതിനാൽ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൂ നബിയേ. ഫറഫഅ യദൈഹി, അഅറാബിയുടെ ആവശ്യം, ഫദ്ഉല്ലാഹ ലനാ, ആ ആവശ്യം കേട്ടപ്പോൾ ഫറഫഅ യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി
വമാ നറാ ഫിസ്സമാഇ ഖസ്അഹ്, ആ സമയത്ത് ആകാശത്തിന് എവിടെയെങ്കിലും കാർമേഘത്തിന്റെ ഒരു കഷ്ണം പോലും ഞങ്ങൾ കണ്ടിരുന്നില്ല. വമാ വളഅഹാ ഹത്താ സാറ സഹാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയ കൈ താഴേക്ക് താഴ്ത്തിയില്ല, അപ്പോഴേക്കും നാനാഭാഗങ്ങളിൽ നിന്നും കാർമേഘങ്ങൾ ഇളകി വശായി അവയെല്ലാം കൂടി ഒരുമിച്ച് കൂടി. മിൻ അംസാലൽ ജിബാൽ, പർവ്വതങ്ങൾ പോലെയുള്ള കാർമേഘങ്ങൾ. ثم لم ينزل عن منبره, റസൂലുള്ളാഹ് അവിടുത്തെ മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയില്ല. حتى رأيت المطر يتحادر على لحيتي, മഴ പെയ്തിട്ട് പള്ളി ചോർന്നിട്ട് വെള്ളം തലയിൽ വന്നിട്ട് താടിയിലൂടെ ഇങ്ങനെ ഇറ്റിച്ചായി വീഴുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഉത്തരം കിട്ടിയതാണ്. ഇത് പ്രാർത്ഥിച്ച റസൂലുള്ളാഹിക്ക്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട അഅറാബിക്ക്, ആ കാഴ്ച കണ്ട പള്ളിയിലുള്ള സാമിഈങ്ങൾക്ക് ഇനി അല്ലാഹനെ നിഷേധിക്കാൻ പറ്റുമോ? ഇതാണ് ഹസ്സിയായ തെളിവ്. فمطرنا يومنا ذلك ومن الغد وبعد الغد والذي يلي حتى الجمعة, അങ്ങനെ ആ ദിവസം മുഴുവൻ മഴ, പിറ്റേ ദിവസം അടുത്ത വെള്ളിയാഴ്ച വരെ ഒരാഴ്ച തോരാതെ തിമർത്ത് പെയ്യുന്ന മഴ. وقام ذلك الأعرابي أو قال غيره, പിറ്റത്തെ വെള്ളിയാഴ്ച ഒന്നുകിൽ അഅറാബി തന്നെ അല്ലെങ്കിൽ വേറൊരു അഅറാബി അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് തഹദ്ദമൽ ബിനാ, ഞങ്ങളുടെ ഇടുപ്പുകളെല്ലാം മഴയിൽ കുതിർന്ന് തകർന്നു വീഴുകയാണ്. വഗരിഖൽ മാൽ, ഞങ്ങളുടെ സമ്പത്തെല്ലാം വെള്ളത്തിൽ മുങ്ങുകയാണ്. ഫദ്ഉല്ലാഹ ലനാ, അതുകൊണ്ട് മഴ നിർത്താൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഫറഫഅ യദൈഹി, അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തുന്നു. ഖാല അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങളുടെ ചുറ്റും ദൂരദിക്കുകളിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ള കുന്നുകളിൽ മലകളിൽ മഴ പെയ്യട്ടെ, ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ മീത മഴ തൽക്കാലം വേണ്ട. ഫമാ യുശീറു ബിയദിഹി ഇലാ നാഹിയ, റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ എന്ന് കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടുന്ന ഭാഗത്തെല്ലാം തന്നെ ആ വിരലൻ ചൂണ്ടുമ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള കാർമേഘങ്ങൾ ഒഴിഞ്ഞങ്ങനെ പോകുന്നു. ഇല്ലം ഫറജത്, കാർമേഘം നീങ്ങിത്തീരുന്നു. വസാറത്തിൽ മദീനത്തു മിസ്ലൽ ജൗബ, മദീന മാത്രം, മദീന പട്ടണം മാത്രം മഴ പെയ്യാതെ സംരക്ഷിക്കപ്പെട്ട് നിർത്തിയ ഒരു വൃത്തമാകുന്നു. എന്നാൽ മദീനക്ക് ചുറ്റുമുള്ള കുന്നുകളിൽ മലകളിൽ മഴ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വസാലൽ വാദി ഖനാതൻ ഷഹ്റ, ഒരു കനാലിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ താഴ്വരയിലൂടെ വെള്ളം കുത്തിയൊലിക്കുകയാണ്. വലം യജി അഹദും മിൻ നാഹിയ, മദീനയിലേക്ക് ഏതെങ്കിലും നാടുകളിൽ നിന്ന് ദിക്കുകളിൽ നിന്ന് ആളുകൾ വന്നാൽ അവർക്കൊക്കെ പറയാനുള്ളത് ഇല്ല ഹദ്ദസ ബിൽ ജൗദ്, തിമർത്ത് പെയ്ത മഴയെക്കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്. അങ്ങനെ മഴ പെയ്തു, മദീനയിൽ മഴ നിൽക്കുകയും ചെയ്തു. അപ്പൊ ആ 2 വെള്ളിയാഴ്ച പള്ളിയിൽ പങ്കെടുത്ത നബി പോട്ടെ, നബിക്കതിന് സംശയമല്ല. വെർലിങ്ങനെ ചൂണ്ടിയ സ്ഥലത്ത് നിന്ന് കാർമേഘം ഇങ്ങനെ ഒഴിഞ്ഞു, മദീന മുഴുവനും ഒരു ജൗബത്തായിട്ട്, ഒരു വൃത്താകൃതിയിൽ മഴ ഇല്ലാത്തൊരു സ്ഥലം. മദീനക്ക് ചുറ്റും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ദിക്കിൽ നിന്ന് ആളുകൾ വന്നാലും പിന്നെ വരുമ്പോൾ അവർക്ക് പറയാനുള്ളത് ജൗദത്തിനെ കുറിച്ചാണ്, നല്ല മഴയെക്കുറിച്ച്. ഇങ്ങനെ ഹസ്സിയായ തെളിവ്. ഇതേപോലെ പ്രാർത്ഥിച്ച് ചുണ്ടുകൂടുന്നതിന് മുമ്പ് ഉത്തരം ലഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയകൾ ഏത് കാലത്തുണ്ട്. അത് ഈ ഉമ്മത്തിലുണ്ട്, ഇനി ഉണ്ടാകും. ഇലാ ഹീനി ഖിയാമിസ് സാഅ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് എന്റെ പ്രാർത്ഥന, അതേ വാക്കുകളിൽ കേൾക്കുന്ന എന്റെ പ്രാർത്ഥനക്ക് തൽക്ഷണം ഉത്തരം ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്ന കാര്യം നിഷേധിക്കാൻ പറ്റുമോ? ഇതാണ് 4ാമത്തെ തെളിവ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ ചരാചരങ്ങളും, ആകാശങ്ങളും ഭൂമിയും അവയിലുള്ള മുഴുവൻ ജീവികളും, അതുപോലെ തന്നെ എല്ലാം സ്വയമുണ്ടായതല്ല, അവയിൽപ്പെട്ട ഒന്ന് മറ്റുള്ളവയെ സൃഷ്ടിച്ചതല്ല, മറിച്ച് അവയെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവുണ്ട്. അവൻ ഏകനാണ്, അവനാണ് അല്ലാഹു. ഇത് വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ധാരാളമായി അല്ലാഹു സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫി അൻഫുസിഹിം. എവിടെയാണ് നിങ്ങൾക്ക് തെളിവ് വേണ്ടത്? ദൃഷ്ടാന്തം, തെളിവുകൾ നിങ്ങൾക്ക് വേണോ? ചക്രവാളത്തിലെങ്ങും നാം ദൃഷ്ടാന്തങ്ങൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളിലേക്ക് മടങ്ങൂ. നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാക്കളിൽ തന്നെയും നിങ്ങൾക്ക് വേണ്ട ദൃഷ്ടാന്തങ്ങൾ നാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു ഉണ്ട്.
അവനാണ് സ്രഷ്ടാവ്, അവനാണ് നിയന്താവ്, അവനാണ് ഉടമസ്ഥൻ, അവനാണ് പരിപാലകൻ, അവന്റെ കയ്യിലാണ് എല്ലാ ഭാഗധേയങ്ങളും. അതുകൊണ്ട് ആ റബ്ബ്, ഈ സ്രഷ്ടാവ് ഏകനാണ്. രണ്ടാള് ഈ സൃഷ്ടിപ്പിൽ പങ്കുകാരായിട്ട് രണ്ടുപേരില്ല. അല്ലെങ്കിൽ ഈ സൃഷ്ടാവിന് വേറെ ഒരു സഹായിയില്ല. അല്ലെങ്കിൽ ഈ സൃഷ്ടാവിനോട് അവകാശം പറഞ്ഞ് ചോദിച്ചു വാങ്ങാവുന്ന ഒരു ശുപാർശക്കാരനില്ല. മറിച്ച് അവൻ ഏകനാണ്, അവൻ പങ്കാളികളില്ലാത്തവനാണ്, അവൻ സഹായികളില്ലാത്തവനാണ്. അവന്റെ വാക്കാൽ അവൻ തൃപ്തിപ്പെട്ട് പറഞ്ഞോളൂ എന്ന് പറയുന്ന ശുപാർശക്കാരനല്ലാതെ, അനുവാദമില്ലാതെ ശുപാർശ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി പോലുമില്ലാത്ത ഏകനാണവൻ. അതാണ് ആ റബ്ബിനെ കുറിച്ച് വിശ്വസിക്കേണ്ടുന്ന വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിശ്വാസം, അൽ ഈമാനു ബിവഹ്ദാനിയ്യത്തില്ലാഹി തബാറക വതആല. ഈ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഒരു അധ്യായത്തിൽ അത് ചുരുക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അധ്യായം സുലുസുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ 1/3 സമമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരാൾക്കാണ് ഖുർആനിന്റെ 1/3 ഭാഗം ഒരു രാത്രിയിൽ ഓതാൻ പ്രയാസമാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. 1/3 രാത്രി ഓതി തീർക്കുകയോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു കൊടുത്തത് അത് സുലുസുൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സുലുസുൽ ഖുർആനാണ്. അത് ഫിൽ ജസാ ലാ ഫിൽ ഇജ്സാ. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഖുർആനിന്റെ 1/3 ഭാഗം നിങ്ങൾ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം മുഴുവനും സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് കിട്ടും. എന്നാൽ നേരെ മറിച്ച് ഒരാൾ ഖുർആനിന്റെ 1/3 ഭാഗം ഓതി തീർക്കാൻ ഞാൻ നേർച്ച നേർന്നു എന്ന് നേർച്ച നേർന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതിയാവോ? മതിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് വഇന്നമാ ദാലിക ഫിൽ ജസാ ലാ ഫിൽ ഇജ്സാ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. എന്താണ് അധ്യായത്തിൽ പറയുന്നത്? ഇതിന്റെ പ്രാധാന്യം. ഒരു സഹാബിയെ, അദ്ദേഹം താമസിക്കുന്നത് മദീനയിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു പ്രാന്തപ്രദേശത്താണ്. അവിടെയുള്ള മസ്ജിദുൽ ഖൗം, ആ ജനങ്ങൾ നമസ്കരിക്കാൻ ഒരുമിച്ച് കൂടുന്ന പള്ളിയിൽ അദ്ദേഹത്തെ ഇമാമായിട്ട് അവരാവശ്യപ്പെട്ടു. നബി അദ്ദേഹത്തോട് ഇമാമായി നിസ്കരിക്കാനും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് ഉച്ചത്തിലോതുന്ന 3 നമസ്കാരങ്ങളിൽ, മഗ്രിബ്, ഇശാ, സുബ്ഹ് നമസ്കാരങ്ങളിൽ അദ്ദേഹം ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു ഖുർആനിൽ നിന്ന് കുറച്ച് ഓതും, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതും, എന്നിട്ട് റുക്കൂഇൽ പോകുള്ളൂ. അടുത്ത റക്അത്തിലും ഖുർആനിൽ നിന്ന് കുറച്ച് ഓതും, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതും, എന്നിട്ട് റുക്കൂഇൽ പോകുള്ളൂ. എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരിക്കും. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന മഅ്മൂമുകളായ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ഒരു പരിഭവം പോലെ പറഞ്ഞു. അയാൾ എല്ലാ റക്അത്തിലും നബിയെ ഇഖ്ലാസും വേറെ സൂറത്തും ഓതുകയാണ്, ഒന്നുകിൽ ഇഖ്ലാസ് മാത്രം ഓതട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്നെ സംബന്ധിച്ച് നിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പരിഭവമുണ്ട്, എന്താണ് കാര്യം? അപ്പോ അദ്ദേഹത്തോട് അവർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇമാമായി നിൽക്കണം, ഞാൻ ഇങ്ങനെ ഓതുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ നിർത്തിക്കോളൂ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നബിന്റെ അടുക്കൽ കാര്യമെത്തുമ്പോ നബി അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുമ്പോ പറഞ്ഞു, ഞാൻ ആ സൂറത്ത്, ആ അധ്യായം അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയെ, അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ അധ്യായത്തോട്, ആ സൂറത്തിനോട് താങ്കൾ കാണിച്ച പ്രതിപത്തി താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നു. പോരെ, അത്ര മഹത്തരമാണ് ആ അധ്യായം. فإنها تعدل ثلث القرآن. അത് സുലുസുൽ ഖുർആനിന്റെ 1/3 തുല്യമാണ്. ആ അധ്യായത്തിൽ പറയുന്നത്, ഖുൽ, നബിയെ പറയുക, പ്രഖ്യാപിക്കുക, ഹുവല്ലാഹു അഹദ്, അവൻ അഥവാ അല്ലാഹ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദുൽ ഉലൂഹിയ്യത്തി വൽ ഉബൂദിയ്യത്തി അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും അടിമത്വത്തിന് അവകാശപ്പെട്ടവൻ, മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും ആരാധനക്ക് അവകാശപ്പെട്ടവൻ, ഉലൂഹിയത്തിന്റെ ഉടമ, എല്ലാവരുടെയും ഉബൂദി, എല്ലാവരും ഉബൂദിയത്ത് കാണിക്കേണ്ടവൻ. അങ്ങനെയുള്ള അല്ലാഹ് അഹദ്,
അവൻ സൃഷ്ടാവാണ്, ഉടമസ്ഥനാണ്, നിയന്താവാണ്, പരിപാലകനാണ്. എല്ലാവരുടെയും ഉബൂദിയ്യത്ത് അവനോടാണ് കാണിക്കേണ്ടത്. എല്ലാവരും ഉലൂഹിയത്ത് ആരാധന വകവെച്ചു കൊടുക്കേണ്ടത് അവനാണ്. അങ്ങനെയുള്ള അല്ലാഹ് അവൻ അഹദ്, ഏകനാണ്, ഒരുവനാണ്. രണ്ടാമതൊരുത്തൻ അവനില്ല. ഒറ്റൊരുത്തനേ ഉള്ളൂ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി, ഉടമസ്ഥനായി, നിയന്താവായി, പരിപാലകനായിട്ട്. അല്ലാഹു സ്വമദ്, അവൻ സ്വമദാണ്. സ്വമദ് എന്ന് പറഞ്ഞാൽ മുഴു സൃഷ്ടിജാലങ്ങളും മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവനെ സദാ ആശ്രയിച്ചിരിക്കുന്നവനാണ്. അവനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവനെ ലക്ഷ്യം വെക്കാതെ, അവനെ ആശ്രയിക്കാതെ ഒരു സൃഷ്ടിക്ക് അരനിമിഷ നേരം പോലും ജീവിക്കുക, നിലനിൽക്കുക സാധ്യമല്ല. എന്നാൽ അവനാണെങ്കിലോ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്പനേരമെങ്കിലും ആശ്രയിക്കുക എന്നത് അവനില്ല താനും. അവൻ പരിപൂർണ നിരാശ്രയനാണ്. മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി സദാ ആശ്രയിക്കുന്നവൻ. അതാണ് അൽ മസ്മൂദ് എന്ന് പറയുന്നത്. അല്ലദീ യഖ്സിദുഹു ജമീഉൽ ഖലായിഖ് ഫീ ജമീഇ ഹവായിജിഹിം, മുഴുവൻ ആവശ്യങ്ങളും നിവർത്തിച്ചു കിട്ടുന്നതിന് വേണ്ടി മുഴുവൻ ചരാചരങ്ങളും സൃഷ്ടിജാലങ്ങളും സദാ യാതൊരുവരെ ആശ്രയിക്കുന്നുവോ, യാതൊരുവരെ ഉദ്ദേശിക്കുന്നുവോ അവനാണ്. അവൻ സ്വമതായിട്ടുള്ളവനാണ്. ലം യലിദ്, അവൻ ആർക്കുമേ ജന്മം നൽകിയിട്ടില്ല. ജന്മം നൽകിയാൽ അവന്റെ ഈ ദിവ്യത്വം എന്ന് പറയുന്ന ഈ ഗുണം, ഉലൂഹിയത്തിന്റെ ഗുണം, റുബൂബിയത്തിന്റെ ഗുണം ആ ജന്മം നൽകിയിട്ടുള്ള മകളിലേക്ക് അത് പകരും, അത് സംക്രമിക്കും. അതിന് ആ ഗുണങ്ങൾ, ഗുണഗണങ്ങൾ, വിശേഷണങ്ങൾ, കഴിവുകൾ മറ്റൊന്നിലേക്ക് പോകാൻ അവൻ ആർക്കുമേ ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, എന്നാൽ അവൻ ജനിച്ചുണ്ടായവനുമല്ല. അവൻ ജനകനല്ല, അവൻ ജാതനുമല്ല. അവനാരെയും ജനിപ്പിച്ചിട്ടുള്ള ജനകനല്ല, അവൻ ജനിച്ചുണ്ടായ ജാതനുമല്ല. അങ്ങനെ ജനിച്ചുണ്ടായവനാണെങ്കിൽ ഇത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടി, അവർക്കുണ്ടായിരുന്നു എന്ന് വെക്കാം. ഇങ്ങനെയുള്ള ഉലൂഹിയത്തിന്റെ യാതൊരു തരത്തിലുള്ള ഗുണഗണങ്ങളും, സമതീയത്തിന്റെ ഒരു ഗുണഗണവും ആരിലേക്കും വിട്ടുകിടക്കുന്നില്ല, സംക്രമിക്കുന്നില്ല. ആരിൽ നിന്നും വന്നു കിട്ടിയിട്ടുള്ളതുമല്ല. അവൻ ജനകനല്ല, അവൻ ജാതനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവന് മാത്രം അവകാശപ്പെട്ട അവന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവനോടൊപ്പം നിൽക്കാവുന്ന, സമശീർഷരായി വരാവുന്ന, തുല്യരായി വരാവുന്ന ആരുമേ ഇല്ല. ഏത് തലത്തിലും മുകളിൽ നിന്ന് നോക്കിയാൽ, താഴെ നിന്ന് നോക്കിയാൽ, ഒപ്പം നിന്ന് നോക്കിയാൽ അവന്റെ ഈ ഗുണഗണങ്ങൾ അവകാശപ്പെടാവുന്ന ആരുമില്ല. അവൻ ഏകനാണ്, അവൻ അതുല്യനാണ്, അവൻ അദ്വിതീയനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനേകനാണ്. ആരിൽ നിന്നും ജനിച്ചുണ്ടായവനല്ല, ആരെയും ജനിപ്പിച്ചിട്ടില്ല. അപ്പൊ അസുലുമില്ല, ഫറുഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗുണം വരുന്നില്ല, പോകുന്നില്ല. എന്നാൽ അവനോടൊപ്പം നിൽക്കാവുന്ന, സമശീർഷരായി നിൽക്കാവുന്ന, തത്തുല്യരായി നിൽക്കാവുന്ന, തുല്യന്മാരായി ഗണിക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. അവനേകനാണ്, അവൻ അതുല്യനാണ്, അവൻ അദ്വിതീയനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ ഏകനായിരിക്കുന്ന ഈ റബ്ബ്, പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട്, അവൻ ഏകനാണ്, അവൻ ജാതനല്ല, അവൻ ജനകനല്ല, അവന് സമശീർഷരായിട്ടാരുമില്ല. സദാ സൃഷ്ടിജാലങ്ങളും എല്ലാ കാര്യങ്ങൾക്കും സദാ അവനെ ആശ്രയിക്കുന്നു. അവൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെയെങ്കിലും അല്പനേരം പോലും ആശ്രയിക്കുന്നുമില്ല. അങ്ങനെയുള്ള റബ്ബ്, ഏകനായ, അതുല്യനായ, അദ്വിതീയനായ റബ്ബ്, ആ റബ്ബ്, അവന്റെ ഏകത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവന്റെ ഏകത്വം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ 3 തലങ്ങളിൽ നിന്നുകൊണ്ട് അവന്റെ ഏകത്വത്തെ നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് തൗഹീദ് ഫിർ റുബൂബിയ്യ, അവന്റെ രക്ഷാധികർത്തൃത്വത്തിലുള്ള ഏകത്വമാണ്. എന്താണ് രക്ഷാധികർത്തൃത്വത്തിലുള്ള ഏകത്വം? സൃഷ്ടിക്കുക, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 100 കൂട്ടം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉടമപ്പെടുത്തുക, ഇങ്ങനെ മിൽക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 100 കൂട്ടം കാര്യങ്ങൾ, തദ്ബീർ, നിയന്ത്രിക്കുക, പരിപാലിക്കുക, ഈ തദ്ബീറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 100 കൂട്ടം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള രക്ഷാധികർത്തൃത്വവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആശയങ്ങളും, ഈ 3 റുബൂബിയ്യത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ്. അൽ മആനി അർ റഈസിയ്യത്തു ലിർ റുബൂബിയ്യ,
റുബൂബിയ്യത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ് അൽ ഖൽഖു വൽ മിൽകു വത്തദ്ബീർ എന്ന് പറയുന്നത്. സൃഷ്ടിപ്പ്, ഉടമസ്ഥത, അതുപോലെ തന്നെ നിയന്ത്രണം എന്നുള്ളത്. ഇതും ഇതല്ലാത്തതുമായ റുബൂബിയ്യത്തിന്റെ മുഴുവൻ ഗുണഗണങ്ങളും അവനു മാത്രം അവകാശപ്പെട്ടതാണ്. ആ ഗുണഗണങ്ങളിൽ അവനെപ്പോലെ മറ്റൊരാളില്ല. ഈ കാര്യം സർവദാ മാനവരാശി അംഗീകരിച്ചു പോന്നിട്ടുള്ള കാര്യമാണ്. മാനവരാശിയുടെ ചരിത്രത്തിൽ, ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ നിഷേധിച്ചതായി നമുക്കറിവില്ല, വളരെ അപൂർവം ചില വ്യക്തികളൊഴിച്ച്. അത് തന്നെയും അവര് നാവുകൊണ്ട് നിഷേധിക്കുമ്പോൾ മനസ്സുകൊണ്ടത് അംഗീകരിക്കുന്നവരായിരുന്നു. ഉദാഹരണമായി പറയാം ഫിർഔന് അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് നിഷേധിക്കുന്നവനാണ്. അള്ളാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ചത്, നിയന്ത്രിക്കുന്നത്, ഉടമപ്പെടുത്തുന്നത് എന്നവൻ പറയില്ല. അതേ സന്ദർഭത്തിൽ ഫിർഔനിന്റെ മാനസികാവസ്ഥ അള്ളാഹു പറയുന്നുണ്ട്, വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും. ആ കാര്യത്തെ അവർ നിഷേധിക്കുന്നു, നാവുകൊണ്ട് നിഷേധിക്കുന്നു. അതേ സന്ദർഭത്തിൽ അവര് ആ കാര്യം മനസ്സുകൊണ്ട് തീർത്തും വിശ്വസിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ മജൂസികൾ റുബൂബിയ്യത്ത് അള്ളാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ളത് അവർ സമ്മതിച്ചുകൊള്ളുന്നില്ല. പ്രപഞ്ചത്തിൽ രണ്ടു തരം കാര്യങ്ങളുണ്ട്, നന്മണ്ട്, തിന്മണ്ട്. അതുകൊണ്ട് തന്നെ നന്മയെ സൃഷ്ടിച്ചത് ഒരു നല്ല ദൈവവും തിന്മയെ സൃഷ്ടിച്ചത് വേറെ തിന്മയുടെ ദൈവവും എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഖവാരിജികളെ ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജഹ്മിയ്യത്തിനെ സംബന്ധിച്ച്, ഖദരിയ്യത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട്, അവര് മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മജൂസികളാണ്. കാരണം മനുഷ്യന്റെ പ്രവർത്തനം അല്ലാഹു സൃഷ്ടിച്ചതല്ല, അപ്പോ മനുഷ്യന്റെ പ്രവർത്തനത്തിന് വേറൊരു സൃഷ്ടാവുണ്ട്. അതുകൊണ്ട് ഈ സാദൃശ്യത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദരിയ്യത്തിനെ കുറിച്ച് പറഞ്ഞത് മജൂസു ഹാദിഹിൽ ഉമ്മ എന്ന്. ഇങ്ങനെയുള്ള അത്യപൂർവം ചില ഗ്രൂപ്പുകൾ അവരെ നിഷേധിക്കാറുണ്ടെങ്കിലും മൊത്തത്തിൽ മാനവരാശി എടുത്തു നോക്കിയാൽ അള്ളാഹുവാണ് ഈ പ്രപഞ്ചങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത്, ഉടമപ്പെടുത്തുന്നത്, നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത്. ഈ കാര്യങ്ങൾ അവർ അംഗീകരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അംഗീകരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നു, തഖ്രീർ ചെയ്യുന്നു. ആ അംഗീകരിക്കുന്ന കാര്യത്തിൽ നിന്ന് അതിന്റെ അനിവാര്യമായ ഒരു ഫലമെന്ന നിലക്ക് അവരംഗീകരിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ കാര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതാണ് അമ്പിയാക്കന്മാരുടെ ദഅവത്തിന്റെ രീതി. ഉദാഹരണമായിട്ട് എടുത്തു നോക്കൂ. ഖുൽ, നബിയെ താങ്കൾ ചോദിച്ചു നോക്കൂ, ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ആരോടാ ചോദിക്കേണ്ടത്? അബൂജഹൽ, അബൂലഹബ്, ഉത്ബ, ഷൈബ, ഇങ്ങനെയുള്ള സ്വനാദീദ് ഖുറൈശ്, മുശ്രികു അൽ അറബ്, അറബ് വംശത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട്, ഖുറൈശി പ്രമുഖന്മാരോടാണ് ചോദിക്കാൻ പറയുന്നത്. ലിമനിൽ അർളു വമൻ ഫീഹാ, ഈ ഭൂമി ആരുടേതാണ്? ഈ ഭൂമിയിലുള്ള മുഴുവൻ ചരാചരങ്ങളും ആർക്കവകാശപ്പെട്ടതാണ്? ഇൻ കുൻതും തഅലമൂൻ, അറിയുമെങ്കിൽ പറയൂ നിങ്ങൾ. അപ്പൊ എന്താണ് മക്ക മുശ്രിക്കുകളുടെ, ഖുറൈശി പ്രമുഖന്മാരുടെ അവരുടെ മറുപടി എന്താണ്? സയഖൂലൂന ലില്ലാഹ്, ഒരു സംശയവും അവർ രേഖപ്പെടുത്തിയില്ല. അത് ആകാശവും ഭൂമിയും ഒക്കെ അല്ലാഹുള്ളതാണ്. അഫലാ തദക്കറൂൻ, എന്നിട്ട് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അളീം, എങ്കിൽ അവരോട് വീണ്ടും ചോദിക്കൂ, 7 ആകാശങ്ങളുടെ റബ്ബാരാണ്, മഹത്തായ അർശിന്റെ റബ്ബാരാണ്? ചോദിക്കൂ. സയഖൂലൂന ലില്ലാഹ്, അവർക്ക് സംശയമില്ല വേറെ ഒരു റബ്ബ് ആകാശങ്ങൾക്കുണ്ട്, അർശിനുണ്ട് എന്നവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ചോദിക്കേണ്ട താമസം ഉടൻ അവർ ഉത്തരം പറയും, അല്ലാഹുവിനാണ്. ഖുൽ, പറയുക, അഫലാ തത്തഖൂൻ, എങ്കിൽ ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ, എങ്കിൽ അവരോട് ചോദിക്കുക, മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, ആരുടെ കൈവശമാണ് സർവചരാചരങ്ങളുടെയും സർവാധിപത്യവും കുടിക്കൊള്ളുന്നത്? ആരുടെ കൈവശമാണ്? മുഴുവൻ ചരാചരങ്ങളുടെയും മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും സർവതരത്തിലുമുള്ള ആധിപത്യം ആർക്കവകാശപ്പെട്ടതാണ്? വഹുവ യുജീർ വലാ യുജാറു അലൈഹി, അവനാണ് എല്ലാവർക്കും സംരക്ഷണം നൽകുന്നത്. എന്നാൽ അവൻ സംരക്ഷണം നൽകാത്ത ഒരാൾക്ക്
സംരക്ഷണം നൽകപ്പെടുകയില്ല, അവനെതിരിൽ സംരക്ഷണം നൽകപ്പെടുകയില്ല. അങ്ങനെയുള്ളവൻ ആര് എന്ന് ചോദിച്ചാൽ ഇൻ കുന്തും തഅലമൂൻ, അറിയുമെങ്കിൽ പറയൂ എന്നവരോട് പറഞ്ഞാൽ സയഖൂലൂന ലില്ലാഹ്, മക്ക മുശ്രിക്കുകൾക്ക് അവിടെ യാതൊരു സംശയമില്ല. അവർ പറയാ അബൂലഹബും അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള മുശ്രിക്കുകൾ സനാദീദു ഖുറൈശ് അവർ പറയുന്നത് സയഖൂലൂന ലില്ലാഹ്, ഒക്കെ അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, ഇത്രയും നിങ്ങൾ അംഗീകരിച്ചിട്ട് ആ അല്ലാഹുവിന് മാത്രം ആരാധന ചെയ്യണം, ഇബാദത്ത് ചെയ്യണം എന്ന പോയിന്റിൽ എങ്ങനെയാണ് നിങ്ങൾ പിന്നീട് വ്യതിചലിപ്പിക്കപ്പെടുന്നത്? എങ്ങനെയാണ് പിന്നീട് നിങ്ങൾ തൗഹീദ് വിട്ടുകൊണ്ട് ശിർക്കിലേക്ക് ഉലൂഹിയത്തിന്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ ഒരു മാസ്മരിക വലയത്തിൽ ഒരു തരം സിഹറിൽ നിങ്ങൾ അകപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു നോക്കൂ. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സ്രഷ്ടാവായി അല്ലാഹു മാത്രം.